പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഒരു വലിയ ആശങ്കയായി ഉയർന്നു നിൽക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ പാടുകൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തീവ്രവാദികളെ സൈനിക ഷട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതിനു വേണ്ടി ഇന്റലിജൻസ് വൃത്തങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഭീകരരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലുടനീളം കുറഞ്ഞത് 42 ഭീകര വിക്ഷേപണ പാടുകളിലായി 150നും 200നും ഇടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു കണക്കുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഹിസ്ബുള്ള, മുജാഹിദീൻ, ഷെയ്ഖ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള 60 വിദേശ ഭീകരരും അതുപോലെ 17 പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ TRFനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വാർത്തകളും പുറത്തു വന്നു. ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നുള്ള നിരീക്ഷണം ഒഴിവാക്കാനും അവരുടെ പാകിസ്ഥാൻ മാനേജർമാരുമായി ബന്ധം നിലനിർത്താനും പഹൽഗാം ആക്രമണത്തിലെ ഭീകരർ ചൈനീസ് ഉപകരണങ്ങളും ആപ്പുകളും ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യയുമായി ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളെയും ഉപകരണങ്ങളെയും കാര്യമായി തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നതിലും ഒരു സംശയവുമില്ല. പിടിച്ചു നിൽക്കാൻ പോയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് ഒരിക്കലും കഴിയില്ല. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ലാഹോറിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് പീരങ്കി സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണവും. ചൈനയിലെ നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഹോവിറ്റ്സർ ആയ PCL 181 എന്നറിയപ്പെടുന്ന സംവിധാനം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളും. എന്നാൽ എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞാലും ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും അതുപോലെ മറ്റ് ലോകരാജ്യങ്ങളൊന്നും പിന്തുണയ്ക്കാത്തതും പാകിസ്ഥാന്റെ മനോവീര്യം വലിയ രീതിയിൽ കുറയ്ക്കുന്നുമുണ്ട്. ആയുധങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഉറപ്പൊന്നും ചൈന പാകിസ്ഥാന് പരസ്യമായി നൽകിയിട്ടില്ല എന്നതും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് പാകിസ്ഥാന് വലിയ ആശങ്കയാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. അതുമാത്രമല്ല, നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലനിർത്തുന്ന നല്ല ബന്ധവും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. വലിയ പിന്തുണ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും വലിയ പ്രതീക്ഷയില്ലെന്നാണ് നിലനിൽക്കുന്ന ഒരു സത്യം. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലെത്തിയതിനു ശേഷം സൗദി അറേബ്യ പാകിസ്ഥാനോട് കാര്യമായി താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടില്ല. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമ്പോഴും പാകിസ്ഥാനെ അവഗണിക്കാനാണ് സൗദി കൂടുതലും താല്പര്യം കാണിക്കുന്നത്. മുമ്പ് വലിയ തോതിൽ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ സൗദി ഭരണാധികാരികൾ ഒരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഏറെക്കുറെ അവസാനിച്ചു. അതേസമയം തന്നെ ഒരു വശത്ത് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ. കൂടാതെ പാകിസ്ഥാൻ നേരിടുന്ന മറ്റൊരു എതിരാളികളാണ് പാകിസ്ഥാനിൽ നിന്നും വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ഇറങ്ങിത്തിരിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നത്. പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയെ കാര്യമായി മുതലെടുക്കാൻ തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനവും. ഇന്ത്യയുമായി പോർവിളികൾ തുടങ്ങിയതിനു ശേഷം പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തര ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൂടുതലും നടത്തി വരുന്നതും. 10 പാക് സൈനികരും ഒരു ISI ഏജന്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇനിയും ആക്രമണം തുടരാൻ തന്നെയാണ് ഇവർ കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം. 2000-ലായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഉദയം നടന്നതും. 2004-ൽ ബലൂച്ച് ജനതയുടെ സ്വയം നിർണയ അവകാശത്തിനും ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തുന്നതിനുമായി പാകിസ്ഥാനെതിരെ ആർമി ഒരു ആക്രമണാസക്തമായ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തിരുന്നു. 2006 ഏപ്രിൽ 7-ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ആക്രമിച്ചതിനെ തുടർന്നുകൊണ്ടാണ് പാകിസ്ഥാൻ സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ത്യ പാക് സംഘർഷം ഇല്ലാതിരുന്ന സമയത്ത് പോലും പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം കൂടുതലും സൃഷ്ടിച്ചിരുന്നതും. ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയ അവസരം ബലൂചിസ്ഥാൻ വിമതർ ഉപയോഗിക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട. അതിനാൽ തന്നെ ഈ പ്രതിസന്ധി പാകിസ്ഥാൻ എങ്ങനെ നേരിടുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം.